നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്പയാർ ക്ഷേത്രത്തിൽ നാലമ്പല തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വാടനപ്പള്ളിയിൽ മോഷണം തുടർക്കഥയാകുന്നു. ഗണേശമംഗലം പണ്ടാരൻ മഠപതി രുദ്രമഹാകാളി ക്ഷേത്രത്തിൽ നിന്ന് 2 പവൻ ആഭരണം നഷ്ടപ്പെട്ടു. സഞ്ചാരയോഗ്യമല്ലാതായ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കല്ലുംകടവ് യൂണിറ്റി ഓഫ് സ്റ്റോൺ ഫെറി കിഴിപ്പള്ളിക്കര പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രതിഷേധ സംഗമം നടത്തി. വാർത്തകൾ വിശദമായി. സി മുകുന്ദൻ MLA CPI ജില്ലാ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കി. ഇരിഞ്ഞാലക്കുടയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൽ MLAക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് നടപടി. ഇതിനിടെ MLA സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതായും പറയുന്നുണ്ട്. പാർട്ടി അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന സി മുകുന്ദനെ നേരത്തെ ജില്ലാ എക്സിക്യൂട്ടീവിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. MLAയുടെ മുൻ PA നടത്തിയ സാമ്പത്തിക ക്രമക്കേടിൽ MLA പരാതി നൽകുകയും മൊഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നത് അകൽച്ചയ്ക്ക് കാരണമായിരുന്നു. മാത്രമല്ല, നവകേരള സദസ്സിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ പരാതിയുമായി MLA മുന്നോട്ട് വന്നിരുന്നു. ഞാൻ MLA ആയതിനു ശേഷം എനിക്കൊരു PA തന്നിരുന്നു. മസൂദ് കെ വിനോദനാണ്. ആ തരുമ്പോൾ തന്നെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഈ PA ശരിയാവില്ല, എനിക്ക് മുമ്പ് തന്നെ അത് അറിയാമെന്ന് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും പാർട്ടിയുടെ നിർബന്ധിച്ച് ചില കക്ഷിയുടെ നിർബന്ധ പ്രകാരം അയാൾ എടുക്കുകയാണ് ഉണ്ടായത്. ഇരുന്ന് ഇവിടെ ഓഫീസിലുള്ള വർക്കുമല്ല, കാരണം ഭംഗിയിൽ പോയിരുന്നാണ്. അപ്പോൾ അതിന് ചില തർക്കങ്ങളുണ്ടായിരുന്നു. നമ്മൾ പണ്ട് ഉപയോഗിക്കുന്ന കാര്യത്തിലൊക്കെ ചില തർക്കങ്ങളുണ്ടായിരുന്നു. എന്നാൽ പോലും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും പോയിരുന്നാണ്. പക്ഷേ ഈ PAക്ക് എൻ്റെ കൂടെ വന്നാൽ, സഭയിൽ വന്നാൽ ഒരു അലവൻസ് കിട്ടാറുണ്ട്. ആ അലവൻസ് നമ്മൾ ഇതുവരെയുള്ള കാലഘട്ടത്തിൻ്റെ എല്ലാ ദിവസത്തെ പൈസയും ഞാനറിയാതെ ഒപ്പിട്ട് മേടിച്ചു എന്നുള്ളതാണ്. ഞാൻ അപ്പോഴത് അന്വേഷിച്ചിരുന്നില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചൊരു ആരോ വിവകാശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ രേഖ വന്നു. അതിൻ്റെ അകത്ത് പറയുന്നത് ഇന്ന വരെയുള്ള പൈസ അനുസരിച്ച് എൻ്റെ ഒപ്പിട്ടിട്ട്, എൻ്റെ ഒപ്പ് കള്ളൊപ്പിട്ടിട്ട്, അപ്പോൾ ഓരോ ദിവസവും പോകുന്നതിന് ഞാൻ പങ്കെടുത്തു പോയിട്ട് ഒരു ഫോമിടെ പൂരിപ്പിച്ച് അയാളൊപ്പും എൻ്റെ ഒപ്പ് ഇട്ടിട്ടാണ് ഇത് സഭയിൽ കൊടുക്കുക. അപ്പോൾ അയാളെ പൈസ കിട്ടും, അയാളെ പൈസ അക്കൗണ്ടിലേക്ക് വരും. പിന്നീട് അറിയുന്ന ആളെ എന്നെ അറിയാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇവിടെയുള്ള പല കാര്യങ്ങളും എൻ്റെ ലെറ്റർ പേര് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഞാനാണെന്ന് ചില സൗന്ദര്യപണിക്ക് ഉണ്ടായിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയോട് പറഞ്ഞു, മത്സരായോട് പറഞ്ഞു, ഇയാളെ മാറ്റി തരണം, ഇയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അതുപോലെ തന്നെ ഇത് പറയാണ്ട് വന്നപ്പോൾ ചില കാര്യങ്ങൾ കയറി വന്നപ്പോൾ ഞാൻ സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറിയോട് ഇത് പറഞ്ഞ കാര്യങ്ങളുണ്ട്, വളരെ അപകടകരമായ സ്ഥിതിയാണ് അയാൾ ചെയ്യുന്നത്. അതുകൊണ്ട് PAനെ ഒഴിവാക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം. ഇവർ രണ്ടുപേരും അത് മേടിച്ചു വെച്ചു എന്നല്ലാതെ ചർച്ച ചെയ്തൊന്നും നടപടി ഉണ്ടായില്ല. അങ്ങനെ ആ കക്ഷിക്ക് അനുകൂലമായ കാര്യം ഉണ്ടായത്. പക്ഷേ ഞാനിത് പറഞ്ഞതൊന്നും അവരെ അംഗീകരിക്കുക വിഷയമായി ബന്ധപ്പെടുകയൊന്നും ഉണ്ടായില്ല. പക്ഷേ അതിൻ്റെ പാർട്ടി പറയുന്നത് വെച്ചാൽ ഈ വിഷയത്തിൽ നിങ്ങളെടുത്ത നിലപാട് ശരിയാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതല്ല, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് പാർട്ടി പറഞ്ഞത്. അപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു മാനസികമായ വേദന ഒരു MLA എന്ന നിലയിൽ എൻ്റെ PA എടുത്ത നിലപാടുകൾ എനിക്ക് പ്രയാസം ഉണ്ടായി. ആ പ്രയാസത്തിലാണ് ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ എൻ്റെ പാർട്ടി കളവ് ചെയ്യുന്നതിനെ സഹായിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അത് ശരിയല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കണ്ടെത്തണം എന്ന് ഈ വണ്ടി അടുത്ത് വന്ന പാർട്ടിക്കാരോട് പറഞ്ഞ പാർട്ടിക്കാരൻ ഓക്കെ എന്ന് പറഞ്ഞു. CPIക്ക് ഇതൊക്കെ പരിഹരിക്കാമായിരുന്നു വിഷയം. പക്ഷെ അത് ദീർഘിപ്പിച്ച് കൊണ്ടുപോയി ഒരു ജില്ലാ സമ്മേളനം കൊണ്ടുവന്നത് അവതരിപ്പിച്ചെടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതെന്തോ കരുതി കൂട്ടിയുള്ള സമീപനം സ്വീകരിച്ചിരിക്കുക. അതുകൊണ്ട് ഇത് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പിരിയേണ്ടായത്. പക്ഷേ ജില്ലാ സമ്മേളനത്തിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ MLAക്കെതിരെ 1 പേജ് നീണ്ട ആരോപണങ്ങൾ മറുവിഭാഗം ഉന്നയിച്ചതായി അറിയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര ഫണ്ട് പിരിച്ചു നൽകിയില്ല, പ്രവർത്തനം സക്രിയമായില്ല എന്നിവയായിരുന്നു ആരോപണം. അതേസമയം താൻ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ല എന്നും അഭിപ്രായം പറഞ്ഞു പോരുകയായിരുന്നുവെന്നും സി മുകുന്ദൻ MLA പ്രതികരിച്ചു. പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സി മുകുന്ദൻ MLAയെ CPI ജില്ലാ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്ന് CPI ജില്ലാ കൗൺസിൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. CPI ഭരണഘടനയനുസരിച്ച് നിലവിലെ കമ്മിറ്റിയിലെ 20% പേരെ ഒഴിവാക്കി പകരം 20% പേരെ പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് വ്യവസ്ഥ.
ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സി മുകുന്ദൻ ഉൾപ്പെടെയുള്ള 11 ജില്ലാ കൗൺസിൽ അംഗങ്ങളെ ഏകകണ്ഠമായി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കിയത്. എന്നാൽ തന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തന്നെ ഒഴിവാക്കിയതെന്ന നിലയിൽ മുകുന്ദന്റേതായി മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ വസ്തുതകൾക്ക് നിരക്കുന്നതല്ലെന്ന് ജില്ലാ കൗൺസിൽ അറിയിച്ചു. സി മുകുന്ദൻ നാട്ടികയിൽ CPIയുടെ പ്രതിനിധിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ച MLA ആണ്. എക്കാലത്തും പാർട്ടിക്കാരനായി നിലനിൽക്കുമെന്ന് മുകുന്ദൻ തന്നെ നേരത്തെ തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തെ പാർട്ടി വിരുദ്ധനാക്കി ചിത്രീകരിക്കുന്നതിനും CPIയിൽ വലിയ പ്രതിസന്ധിയാണെന്നും വരുത്തി തീർക്കുന്നതിനുമുള്ള ഗൂഢനീക്കമാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് പിന്നിലെന്നും CPI ജില്ലാ കൗൺസിൽ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഈ വർഷത്തെ കർക്കടക മാസാചരണത്തോടനുബന്ധിച്ചുള്ള നാലമ്പല തീർത്ഥാടനത്തിന് വ്യാഴാഴ്ച മുതൽ തുടക്കം കുറിക്കും. ദാശരഥി ക്ഷേത്രങ്ങളിൽ പ്രഥമ ക്ഷേത്രമായ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും നാലമ്പല തീർത്ഥാടകരെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ക്ഷേത്രത്തിന് മുൻവശത്തെ നടപ്പന്തലിൽ ഭക്തർക്ക് വരി നിൽക്കാനായുള്ള കൈവരികളുടെ നിർമ്മാണം പൂർത്തിയായി. ക്ഷേത്ര മതിൽക്കകത്ത് മഴ നനയാതെ ദർശനത്തിനായി മതിയായ അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടി കാത്തുനിൽക്കുന്നതിനുള്ള പടുകൂറ്റൻ പന്തലുകളും കൈവരികളും ഒരുക്കി കഴിഞ്ഞു. വടക്കേ നടയിൽ ഫ്ലൈ ഓവർ, പ്രസാദ കൗണ്ടർ, നിവേദ്യവും വഴിപാടുകളും ഷീട്ടാക്കാനുള്ള സ്പെഷ്യൽ കൗണ്ടറുകൾ, മൊബൈൽ കൗണ്ടർ സൗകര്യം, ദേവസ്വം, ക്ഷേത്ര ദർശനം, പുസ്തകശാല, സനാതന ധർമ്മ പാഠശാലയുടെ രാമായണ പാരായണ പ്രഭാഷണവേദി എന്നിവ പൂർത്തിയായി വരികയാണ്. ക്ഷേത്ര ദർശനത്തിനെത്തുന്നവർക്ക് പുലർച്ചെ മുതൽ ചുക്കുവെള്ളം, ചുക്കുകാപ്പി എന്നിവയുടെ വിതരണവും നടത്തും. ക്ഷേത്രം ഊട്ടുപുരയിൽ ദിവസവും അന്നദാനവും ഉണ്ടായിരിക്കും. സർക്കാരിന്റെ പ്രത്യേക KSRTC ബസ്സുകൾ ഇത്തവണയും നിർദ്ദിഷ്ട സമയങ്ങളിൽ ദിവസവും രാവിലെ മുതൽ നാലമ്പല തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം സർവീസ് നടത്തും. പോലീസിന്റെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും സേവനം രാമായണ മാസത്തിൽ ഭക്തർക്ക് വേണ്ടി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ മുഖമണ്ഡപത്തിൽ സുന്ദരകാന്ഡ പാരായണം, തൃശൂർ ബ്രഹ്മസ്വം മഠത്തിൽ നിന്നുള്ള വൈദികർ ചൊല്ലുന്ന ഋഗ്വേദ മുറജപം എന്നിവയും ഉണ്ടായിരിക്കും. തിരക്കേറിയ തൃശൂർ ചേർപ്പ് തൃപ്രയാർ റോഡിൽ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് മൂലമുള്ള ഡൈവേർഷനുകളും കുണ്ടുകളും കുഴികളും ഇക്കുറി നാലമ്പല തീർത്ഥാടകരെ കാര്യമായി പ്രതികൂലമായി ബാധിക്കുമെന്നത് തീർച്ചയാണ്. അകലെ നിന്നെത്തുന്ന വാഹനയാത്രികർക്ക് ഇത് വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരുടെ വാഹനങ്ങൾ പോളി ജംഗ്ഷന് ഇരുഭാഗത്തേക്കുമായി ഒതുക്കി നിർത്തും. നാട്ടുകാരുടെ സഹകരണത്തോടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലും ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടുവരികയാണെന്ന് തൃപ്രയാർ ക്ഷേത്രം മാനേജർ മനോജ് K. നായർ പറഞ്ഞു. വർഷങ്ങളായി വിവിധ കാരണങ്ങൾ പറഞ്ഞ് പൊളിച്ച് സഞ്ചാരയോഗ്യമല്ലാതായ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കല്ലുംകടവ് യൂണിറ്റി ഓഫ് സ്റ്റോൺ ഫെറിയുടെ നേതൃത്വത്തിൽ കിഴുപ്പള്ളിക്കര പോസ്റ്റ് ഓഫീസ് പരിസരത്ത് കല്ലുംകടവിലെ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് പ്രതിഷേധ സംഗമം നടത്തി. പ്രതിഷേധ സംഗമം യൂണിറ്റി പ്രസിഡന്റ് ഇല്യാസ് ഒലവക്കോട്ട് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റി ഓഫ് സ്റ്റോൺ ഫെറി കോർഡിനേറ്റർ നൌഫൽ പൂവാമ്പറമ്പിൽ, വനിതാ പ്രതിനിധി കടവിൽ ഷഹർബാൻ, മുതിർന്ന അംഗം യൂസഫ് അലി പൂവാമ്പറമ്പിൽ, സ്റ്റോൺ ഫെറി ക്ലബിന് വേണ്ടി നാസിൽ അഷ്റഫ്, യൂണിറ്റി ഓഫ് സ്റ്റോൺ ഫെറി സെക്രട്ടറി CS ഷാജു എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മുതൽ MLA വരെയുള്ള അധികാരികളെ ശ്രദ്ധപ്പെടുത്തിയിട്ടും നമ്മളോട്, പ്രത്യേകിച്ച് കല്ലുകടയിലോട് തികച്ച അവഗണനയാണ് അവർ കാണിക്കുന്നത്. ആദ്യം നമ്മളോട് പറഞ്ഞു നമുക്കൊരു ഫണ്ട് പാസ്സായിട്ടുണ്ട്, ആ ഫണ്ട് ഇതിനേക്കാൾ പ്രാധാന്യമുള്ള കരിവാങ്ങണ റോഡിന് ഇതിനേക്കാൾ കൂടുതൽ പൈസ ആവശ്യമുള്ളതുകൊണ്ട് അങ്ങോട്ട് മാറ്റുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കരുതി അടുത്ത തവണ നമ്മൾ പരിഗണിക്കുന്നു. വീണ്ടും പിന്നെയും നമ്മളെ ആ കാര്യത്തിൽ പരിഗണിച്ചില്ല. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നമ്മളോടുള്ള അവഗണനയാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഈ അടുത്ത ഇതിൽ നോക്കുമ്പോൾ നമ്മൾ വീണ്ടും കുന്ന് റോഡിന് പരിഗണിച്ചു, രാജവീതി റോഡിന് പരിഗണിച്ചു. നമ്മളെ ഇപ്പോഴും അവഗണിക്കുക എന്ന് മനസ്സിലായപ്പോഴാണ് നമ്മൾ ഇത്തരം പ്രതിഷേധത്തിലേക്ക് നീങ്ങേണ്ടത്. ഞങ്ങൾക്ക് നിങ്ങളോട്, ഒരു പാർട്ടിക്കാരോടും പ്രത്യേകിച്ച് മമതയോ വിദ്വേഷമോ ഇല്ല. എന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് അവഗണന ഇതുപോലെ തുടരുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് നടക്കുന്ന പ്രവർത്തികളോട് ഞങ്ങൾ അവഗണന കാണിക്കും, മുഖം തിരിക്കുമെന്നുകൂടി ഞാൻ ഇതിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് പാസ്സായിട്ടുണ്ടെന്ന് പത്രത്തിൽ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പം അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴും അവർ പറഞ്ഞത് ഈ ഫണ്ട് പാസ്സായി എന്ന് പറയണുള്ളൂ, നമുക്ക് കിട്ടിയിട്ടില്ല എന്ന്. പക്ഷേ തോട്ടഞ്ചിറ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കുറേ ഭാഗം അത് ഫില്ല് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഫണ്ട് കിട്ടിയത് അങ്ങനെ വിനിയോഗിച്ചു എന്ന് പറഞ്ഞു. ഈ കുറച്ച് ഫണ്ട് കിട്ടുന്നത് അവരുടെ ഓരോ പ്രാതിനിധ്യം അനുസരിച്ച് അവർ ബാക്കിയുള്ള എല്ലായിടത്തും ഒരേ രീതിയിൽ കോൺട്രിബ്യൂഷൻ കൊടുക്കണില്ല. പഞ്ചായത്ത് മേള ഓരോ പരിപാടികൾ ഇവിടെ നമ്മൾ ഓൾറെഡി എല്ലാ പിള്ളേരെയും യൂത്ത് പിള്ളേരും മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ക്ലബ്ബാണ് നമ്മുടെ സ്റ്റോൺ ഫെറി എന്ന ക്ലബ്ബ്. അപ്പോൾ നമുക്കും ഇനി
മുൻപോട്ട് വരുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരു സപ്പോർട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്നിട്ടാണോ അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്ന എല്ലാ പ്രതിനിധിയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനിയും ഇതിനു വേണ്ടി ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധം അതിനും കൂടി നമുക്ക് ലഭ്യമാകാൻ പറ്റട്ടെ എന്ന് ഞാൻ. തൃപ്രയാർ ലയൺസ് ക്ലബ്ബിൽ സൗജന്യ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് നടന്നു. തൃപ്രയാർ ലയൺസ് ക്ലബ്ബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി 361 സൗജന്യ നേത്ര ചികിത്സാ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും രക്തസമ്മർദ്ദ പ്രമേഹ നിർണയ ക്യാമ്പുമാണ് ലയൺസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയത്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് എഞ്ചിനീയർ PK ഏകലവ്യന്റെ നേതൃത്വത്തിൽ പ്രതാപൻ കളത്തിൽ, സാനി ജോസഫ്, രഘു പുളിക്കൽ, മാധവ മേനോൻ, VS വ്യാസബാബു, NM സുരേഷ്, സുഭാഷ് NR, ബിന്ദു സുരേന്ദ്രൻ, യമുന റാണി, പ്രതാപൻ എന്നിവർ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. എല്ലാ രണ്ടാമത്തെ ഞായറാഴ്ചയും ലയൺസ് ക്ലബ്ബിൽ ഇത് നടത്തുന്നുണ്ട്. കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ്റെ സഹകരണത്തോടു കൂടിയിട്ടാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 100-നടുത്തുള്ള രോഗികൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ട ചികിത്സ നടത്തും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ ചുമതലയേറ്റു. ചുമതലയേൽക്കൽ ചടങ്ങ് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അനിൽ പുളിക്കൽ, CM നൌഷാദ്, അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, P വിനു, AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, ജീജ ശിവൻ, CS മണികണ്ഠൻ, PC മണികണ്ഠൻ, രഹന ബിനീഷ്, ജയാസത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റുമാർ മധു അന്തിക്കാട്ട്, PV സഹദേവൻ, ബിന്ദു പ്രദീപ്, CK മണികണ്ഠൻ, ലയേഷ് മാങ്ങാട്ട്, CS സിദ്ധാർത്ഥൻ, ട്രഷറർ മോഹൻദാസ് പുലാക്കപ്പറമ്പിൽ, ജനറൽ സെക്രട്ടറിമാർ രാജീവ് അരയമ്പറമ്പിൽ, മുഹമ്മദ് അലി കണിയാർക്കോട്, CK ജ്യോതി, ഹേമ പ്രേമൻ, അജിത് പ്രസാദ്, ഉണ്ണികൃഷ്ണൻ അന്തിക്കാട്ട്, MV ജയരാജൻ, രാജൻ കുരുടിയാറ, സരള കുറുപ്പൻ, ജയരാമൻ അണ്ടേഴത്ത്, PK കൃഷ്ണകുമാർ, കമലം ശ്രീകുമാർ, മുഹമ്മദ് റസൽ, അമിക രാമചന്ദ്രൻ തുടങ്ങിയവരാണ് ഭാരവാഹികൾ. നാട്ടിക ശ്രീനാരായണ കോളേജ് 1993-95 വർഷത്തിലെ കൊമേഴ്സ് വിഭാഗം പ്രീഡിഗ്രി I ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു. ഹൃദയപൂർവ്വം 2025 എന്ന പേരിൽ തൃപ്രയാർ കുന്നുങ്ങൽ ടവർ ഹാളിൽ നടന്ന ചടങ്ങിൽ ശ്രീനാരായണ കോളേജ് റിട്ടയേർഡ് പ്രൊഫസർ വിശ്വനാഥൻ, രജനി ടീച്ചർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ചടങ്ങിൽ കഴിഞ്ഞ വർഷം SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ മെമന്റോ നൽകി അനുമോദിച്ചു. 100-ലധികം പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ മക്കളും പരിപാടിയിൽ പങ്കെടുത്തു. KA സലാഹുദ്ദീൻ, TS സുമരാജ്, TV സുഭാഷ്, MK മനോജ്, ES പ്രീജേഷ്, KC ജിൻസി, മിനി ഷഫീഖ്, ദീപ സുനിൽ ദത്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ പ്രീജേഷ് നമ്മളോട് പ്രീജേഷ് ഒന്നിവിടെ വരരുതെന്ന് ഞാനാണ് പറഞ്ഞത്. പ്രീജേഷ് അപ്പൊ 22,000-24,000 റുപ്യ കൊടുത്തിട്ട് അതും എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ഞാൻ ഒരുപാട് യാത്ര ചെയ്ത് ഞാൻ മടുത്താണ്. ഒരു വാഹനത്തിലൊക്കെ ശരിയാണ്. അതിപ്പോ 24,000 രൂപയാണ്. ഇത് വരുമെന്ന് പറഞ്ഞതാണ്. ഒരിക്കലും വരേണ്ടതില്ലെന്ന് പറഞ്ഞത് ഞാനാണ്. അല്ലെങ്കിൽ പ്രീജേഷ് ഇവിടെ വരുന്ന നാളെ ചെന്നിട്ട് നാളെ വൈകിട്ട് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ പറഞ്ഞു എന്തിന്റെ ഹാൻഡ് ഞാൻ ഇരട്ടിയുടെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഒരേ സൂക്ഷിക്കണം, നമുക്ക് ബെറ്റർ ടു ബി ലേറ്റ് ദാൻ നെവർ എന്ന് ഞാൻ പറഞ്ഞു. തളികുളം യൂത്ത് ഓഫ് പള്ളിക്കുന്ന് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നവീകരിച്ച ക്ലബ് റൂം ഉദ്ഘാടനവും SSLC +2 പരീക്ഷയിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ക്ലബ് റൂമിന്റെ ഉദ്ഘാടനം തളികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത നിർവഹിച്ചു. 15-ാം വാർഡ് മെമ്പർ ഷൈജ കിഷോർ മുഖ്യാതിഥിയായി. സലീം AA, ക്ലബ്ബ് ഭാരവാഹികളായ അക്ബർ, നിസാർ, മനാഫ്, ഷമീം, ഫാസിൽ, റിഹാൻ, ഗാലിസ് എന്നിവർ നേതൃത്വം നൽകി. പ്രവാസിയും ഹാഷ്മി നഗർ സ്വദേശിയുമായ അനീർ ക്ലബിലേക്ക് പുതിയ TV കൈമാറി. രജിസ്റ്റേർഡ് ക്ലബ്ബുകൾ എന്ന് പറയുന്നത് ക്ലബ്ബുകൾ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിൻ്റെ ആനുകൂല്യങ്ങളടക്കം കൈപ്പറ്റാവുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്ലബ്ബുകൾ തളിക്കുളത്തുണ്ട്. ഈ ക്ലബ്ബുകളുടെ പ്രവർത്തനമാണ് ഒരു പ്രദേശത്തെ ഏറ്റവും മികവുറ്റതാക്കി മാറ്റുന്നത് എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ ഒരുപാട് ട്രോഫികൾ ഇരിക്കുന്നുണ്ട് അല്ലേ? നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ ട്രോഫികളും ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ നമ്മുടെ പഠിച്ചു വന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഇപ്പോൾ 8ാം തരം മുതൽ അല്ലെങ്കിൽ 10ാം തരം ഒക്കെ നമുക്ക് വലിയ വലിയ ട്രോഫികൾ നിങ്ങൾ നേടുന്നുണ്ടാവും അല്ലേ? നന്നായി വരയ്ക്കുന്ന മകളുണ്ട് ഇവിടെ.
ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ചവക്കാട് താലൂക്ക് NSS കരയോഗം യൂണിയൻ തൃപ്രയാർ മേഖലാ സമ്മേളനവും നടന്നു. വലപ്പാട് ലത കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനം NSS ഡയറക്ടർ ബോർഡ് അംഗം P. നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ചവക്കാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K. ഗോപാലൻ മാസ്റ്റർ അധ്യക്ഷനായി. മുകുന്ദപുരം താലൂക്ക് NSS യൂണിയൻ ഭരണസമിതി അംഗവും മുൻ ദൂരദർശൻ വാർത്താ അവതാരകനുമായ R. ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ വൈസ് പ്രസിഡന്റ് T. ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി MK പ്രസാദ്, V. കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് C. രാജഗോപാൽ, V. ചന്ദ്രശേഖരൻ നായർ, V. ഗോപാലകൃഷ്ണൻ, M. ബാലകൃഷ്ണൻ, ബിന്ദു നാരായണൻ, ലീല ശിവരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. NSSന്റെ ചരിത്രം, നമ്മുടെ പാരമ്പര്യം 111 കൊല്ലമാണ്. നമ്മളെ നയിച്ചിട്ടുള്ള NSSന്റെ മുൻകാല നേതാക്കന്മാരെല്ലാം പ്രഗത്ഭമതികളായിരുന്നു. ആചാര്യൻ തൊട്ടിങ്ങോട്ട് അവരുടെ സംഘടനയിൽ പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടിയതിന് നമ്മൾക്കെല്ലാം അഭിമാനിക്കാം. കാരണം എല്ലാ സമുദായങ്ങൾക്കും സംഘടിക്കുമ്പോൾ യാതൊരു പ്രശ്നമില്ല. നായര് സമ്മേളിക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ കുറേശ്ശെ എന്താ നായന്മാർക്ക് പറയാൻ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിൽ എന്തൊരു കാര്യം നടക്കുമ്പോഴും അതിൽ മുൻനിരയിൽ ഒരു നായരെ അത് മുഴുവൻ കൊണ്ടു നടക്കാൻ നേതൃത്വം നൽകുന്ന നായരെ കാര്യം കഴിഞ്ഞാൽ എവിടെയായി അവരെ പേര് കാണില്ല. അങ്ങനെ ഒരു തത്വമാണ് എൻ്റെ പ്രാക്ടിക്കലായി ഞാൻ കണ്ടുപിടിക്കുന്നത്. അത് പോരാ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ധൈര്യമായി പറയാനും ഉള്ള ആർജവം നമുക്ക് വേണം. ആ ആർജവം നമ്മുടെ വരും തലമുറ കുട്ടികളെ നമ്മൾ ശീലിപ്പിക്കണം. കാരണം നായരെന്ന് പറയാം, ഇപ്പം എൻ്റെ വീടിൻ്റെ കൂടി നായരില്ല, നാരായണെന്ന് മാത്രമേ ഉള്ളൂ. അച്ചക്കുട്ടിക്കാലത്ത് എഴുതിയില്ല. എനിക്ക് 2 പെൺമക്കൾ, എൻ്റെ കുട്ടികളുടെ കൊച്ചുമക്കളുടെ പേരിൻ്റെ ഒപ്പം നായരുടെ കുട്ടി എഴുതിയിട്ടുണ്ട്. അവർ കേരളത്തിലില്ല. കാരമുക പൂത്തൃക്കോവ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ യുവജന സമിതിയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചു. നടീൽ കർമ്മം മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. വാർഡ് മെമ്പർ ബീന സേവ്യർ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത്, സമിതി രക്ഷാധികാരി അഡ്വക്കേറ്റ് KN സോമകുമാർ, സമിതി സെക്രട്ടറി PB വേണു, ട്രഷറർ സൂര്യനാരായണൻ K തുടങ്ങിയവർ സംസാരിച്ചു. അംഗങ്ങളായ സുബ്രഹ്മണ്യൻ കാര്യാട്ട്, MG പ്രദീപ്, VV പ്രമോദ്, PK വിശ്വനാഥൻ, സുഷമ സുനിൽ, അജിത ശ്രീനിവാസൻ, കാർത്യായനി അപ്പുക്കുട്ടൻ, യുവജന സമിതി പ്രസിഡന്റ് CS അക്ഷയ്, സെക്രട്ടറി അതുൽ കൃഷ്ണ K എന്നിവർ നേതൃത്വം നൽകി. കൃഷി ചെയ്യുന്നത് ചെണ്ടുമല്ലി കൃഷി ഇപ്പോൾ ചെയ്യണമെങ്കിൽ 45 ദിവസം, കറക്റ്റ് 9-ാം തീയതി ഓണം തോന്നുന്നു. അപ്പോൾ ഏകദേശം ഈ മാസത്തിൽ 20 ദിവസം, അടുത്ത മാസത്തിൽ 30 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ചെണ്ടുമല്ലി കൃഷി വിളവെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റി ആവും കൊടുക്കുന്നുണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു, ഡബിൾ ആയിട്ട് കിടക്കുന്ന വെറൈറ്റി. അപ്പോൾ അത് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ വളം പരിചരണമൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ കൃഷിഭവനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃഷി ഓഫീസറോട് ഈ ആഴ്ചയിൽ വരുന്ന കൃഷി ഓഫീസർ എനിക്ക് മെഡിക്കാണ് എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവർ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ അവർ വേറെ മെറ്റീരിയൽ പോയി കൃഷി ഓഫീസർ ചാർജ് എടുത്ത് വരും. അപ്പോൾ അതിന് മുപ്പാട് വേണമെങ്കിൽ ഷാജിനെ വന്ന് സംസാരിക്കുകയാണെങ്കിൽ അവരെ നാളെ കൊണ്ടുവന്നിട്ട് ഒരു ഇനീഷ്യലായിട്ട് എന്താണ് ഇതിൻ്റെ റെക്കമെൻഡേഷൻ, ഡോസ് റെക്കമെൻഡേഷൻ വേണമെങ്കിൽ ചെയ്തു തരുന്നുണ്ട്, പഞ്ചായത്തിലെ ഓർഡർ ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ എന്താ പറയേണ്ടത്, പൂ എന്ന് പറയുമ്പോൾ മനസ്സിന് ഒരു സന്തോഷം തരുന്നതാണ്. പൂ പച്ചക്കറി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പച്ചക്കറി തിരക്ക് പിടിച്ച ജീവിതത്തിലായാലും എനിക്ക് കൃഷിയോട് താല്പര്യമുള്ള ഒരാളാണ്. കൃഷിയോട് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അഡ്വാൻസ് മേടിച്ചതാണ്. ഒരു 3 ഏക്കറോളം നെല്ലുണ്ട്. ആ നെല്ലിൻ്റെ ചുറ്റും വരമ്പത്ത് ഞാൻ പോയി കഴിഞ്ഞാൽ പയറിടും, വെണ്ട ഇടും. കാഞ്ഞാണി പെരുമ്പുഴ പാടത്ത് പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് ബാഗുകളും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ തള്ളുന്നു. ചെറിയ ചെറിയ കവറുകളിലാക്കി കൊണ്ടുവന്നാണ് ഇവിടെ മാലിന്യങ്ങൾ തള്ളുന്നത്. കവറുകൾ വലിച്ചെറിയുന്നതിനിടയിൽ ഇവ പൊട്ടിപ്പൊളിഞ്ഞ് മാലിന്യ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്നുമുണ്ട്. ചില വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും ഇതിൽ ഉൾപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം പെരുമ്പുഴ പാടത്ത് സെപ്റ്റ് ടാങ്ക് മാലിന്യങ്ങൾ തള്ളിയത് വലിയ വാർത്തയായിരുന്നു. ഇതിന് പിറകെയാണ് ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള അവശിഷ്ടങ്ങളും തള്ളിയിട്ടുള്ളത്. കുറച്ചു കഴിഞ്ഞ് ഈ പാടശേഖരങ്ങളിൽ കൃഷി ഇറക്കുന്നത് ആരംഭിക്കുന്നതോടെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കർഷകർക്കും വലിയ ബുദ്ധിമുട്ടായി തീരും. KSSPU നാട്ടിക യൂണിറ്റ് കൺവെൻഷൻ നാട്ടിക സഹകരണ ബാങ്ക് ഹാളിൽ നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് PR രഘുനാഥ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗം തൃശൂർ ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർവീസ് പെൻഷൻകാരുടെ തടഞ്ഞുവെച്ചിട്ടുള്ള ക്ഷാമാശ്വാസം കുടിശ്ശിക ഉൾപ്പെടെ പൂർണ്ണമായും അനുവദിക്കണമെന്നും പെൻഷൻ പരിഷ്കരണം നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും ജില്ലാ പ്രസിഡന്റ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പെൻഷൻ ആനുകൂല്യങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നയങ്ങൾ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. 6 പുതിയ അംഗങ്ങളെ ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു ഉപഹാരം നൽകി സ്വീകരിച്ചു. മുൻ അംഗങ്ങളുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ അവാർഡുകൾ ജില്ലാ കമ്മിറ്റി അംഗം TC റീത്ത ടീച്ചർ വിതരണം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി BN ജയാനന്ദൻ, മുൻ ജില്ലാ കമ്മിറ്റി അംഗം KK ധർമ്മബാലൻ മാസ്റ്റർ, ബ്ലോക്ക് ട്രഷറർ TK ഹരിദാസ്, കൾച്ചറൽ ആൻഡ് ആർട്സ് പ്രോഗ്രാം കൺവീനർ NK വിജയകുമാർ, ബ്ലോക്ക് യൂണിറ്റ് സെക്രട്ടറി സുരേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് K രാധ ടീച്ചർ, രക്ഷാധികാരികളായ വിശ്വംഭരൻ കുന്നത്ത്, A ശങ്കുണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു. KSSPU സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അണിചേർന്ന് യുവതലമുറയ്ക്ക് കരുതലാവാൻ ജൂലൈ 15 മുതൽ നടത്തുന്ന ഗൃഹസന്ദർശനത്തിൽ എല്ലാ പെൻഷൻകാരും പങ്കാളികളാകണമെന്ന് കൺവെൻഷൻ അഭ്യർത്ഥിച്ചു. അതുപോലെ തന്നെ പുതിയ അംഗങ്ങൾക്ക് നമ്മുടെ സംഘടനയെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യവുമാണ് നമ്മുടെ ഈ യൂണിറ്റ് കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നവാഗതരായ സുഹൃത്തുക്കളെ നമുക്ക് പറയാനുള്ളത്, നമ്മൾ വന്നുപറ്റിയുള്ള സംഘടന നമുക്കറിയാം. നമ്മുടെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലെ മതിലകം പഞ്ചായത്തിലെ ഓണച്ചമാവ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. മഴ കനത്തതോടെ തകർന്ന റോഡിൽ വെള്ളം കെട്ടി നിൽക്കുകയാണ്. കാൽനടയാത്രികരും ഇരുചക്രവാഹനങ്ങളിലും പോകുന്നവരുമാണ് ഏറെ ബുദ്ധിമുട്ടുന്നത്. കുഴിയറിയാതെ അപകടത്തിൽപ്പെടുന്നവരും കുറവല്ല. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ റോഡിൽ കെട്ടിനിൽക്കുന്ന മലിനജലത്തിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയാണുള്ളത്. തെരുവുവിളക്ക് കത്തിക്കുക, ചെമ്പൈപ്പാടത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ച സമരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ പങ്കാളികളായി. സമരക്കാരിൽ ഒരാൾ കുളമായി കിടക്കുന്ന റോഡിലിറങ്ങി കുളിച്ചുകൊണ്ടാണ് രോഷം പ്രകടമാക്കിയത്. പ്രതിഷേധ സമരത്തിന് AK മോഹൻദാസ്, PA കുട്ടപ്പൻ, ജയസൂര്യ, ഗഫൂർ, TK വിജയൻ, പുഷ്പാവതി എരുമത്തുരുത്തി, സുലത രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി K ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്.
ഒഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകൾ തുടരുന്നു. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ 73-ാം ഊട്ടുതിരുനാൾ സമാപിച്ചു. ഞായറാഴ്ച രാവിലെ നടന്ന ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നിവയ്ക്ക് ശേഷം വികാരി ഫാദർ ജെൻസ് തട്ടിൽ ഊട്ടുസദ്യയുടെ ആശീർവാദ കർമ്മം നിർവഹിച്ചു. 10:30 നടന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബിജു പാണേങ്ങാടൻ മുഖ്യ കാർമ്മികനായി. രാവിലെ 8-ന് ആരംഭിച്ച ഊട്ട് ഉച്ചയ്ക്ക് 2 വരെ നീണ്ടുനിന്നു. എടമട്ടം ആൽഫ പാലിയേറ്റീവ് കെയറിലേക്കും അന്നദാനം നടത്തി. നാനാജാതി മതസ്ഥരടക്കം നിരവധി പേർ ഊട്ടുസദ്യയിൽ പങ്കെടുത്തു. കൈക്കാരനും സംഘടനാ പ്രസിഡന്റുമായ AND സിജോ, CA ജെയിംസ്, ലിജോ കരിയാറ്റിൽ, ഭാരവാഹികളായ CA ജോസ്, KT വിൻസെന്റ്, ജോൺസൺ C ആന്റണി, CA ഔസേപ്പ്, KL ആന്റണി, ക്ലിൻസ് പോൾസൺ എന്നിവർ നേതൃത്വം നൽകി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇൻകാസ് ദുബൈ തൃശൂർ ജില്ലാ കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ദുബൈ ബഹറയിലെ കുവൈറ്റ് ഹോസ്പിറ്റലിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് രക്തദാനത്തിനായി എത്തിച്ചേർന്നത്. ഇൻകാസ് ദുബൈ സ്റ്റേറ്റ് പ്രസിഡന്റ് റഫീഖ് മട്ടന്നൂർ ഉദ്ഘാടനം ചെയ്തു. ഇൻകാസ് ദുബൈ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഫിറോസ് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ഇൻകാസ് UAE നാഷണൽ ജനറൽ സെക്രട്ടറിമാരായ BA നാസർ, CA ബിജു, ദുബൈ സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റുമാരായ B പവിത്രൻ, ബാലകൃഷ്ണൻ ആലിപ്ര, ജനറൽ സെക്രട്ടറിമാരായ ഷൈജു അമ്മാനപ്പാറ, ബഷീർ നാരായണിപ്പുഴ, നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സിന്ധു മോഹൻ, സെക്രട്ടറി റിയാസ് ചന്ദ്രാപിന്നി, എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ റെൻഷി രഞ്ജിത്ത്, സ്റ്റേറ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ സുലൈമാൻ കറുത്താക്ക, ഷംസീർ നാദാപുറം, സെക്രട്ടറിമാരായ ആരിഷ് അബൂബക്കർ, C സാദിഖ് അലി, എക്സിക്യൂട്ടീവ് അംഗം താരിസ്, തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ആൻഡോ അബ്രഹാം, ജനറൽ സെക്രട്ടറിമാരായ ആഷിഫ് VA, ഷാഫി KK, ജനറൽ സെക്രട്ടറി രാജാറാം K മോഹൻ, ട്രഷറർ മിസ്ബ യൂനസ് എന്നിവർ സംസാരിച്ചു. ഗോപി മാമ്പുള്ളി രചിച്ച ദേശങ്ങൾ കഥ പറയുന്നു എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും കോൺഗ്രസ് മണലൂർ മണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി സ്മാരക വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും ഈ മാസം 17 രാവിലെ 9-ന് കാഞ്ഞാണി സിംല മാളിൽ നടത്തുമെന്ന് മണ്ഡലം പ്രസിഡന്റ് MV അരുൺ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുസ്തക പ്രകാശനം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിക്കും. ഡോക്ടർ PV കൃഷ്ണൻ നായർ പുസ്തകം ഏറ്റുവാങ്ങും. മണലൂർ പഞ്ചായത്തിലെ 3 സ്കൂളുകളിൽ നിന്നായി SSLC, +2 പരീക്ഷകളിൽ A+ നേടിയ വിദ്യാർത്ഥികളെയാണ് ആദരിക്കുക. ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. DCC ജനറൽ സെക്രട്ടറിമാരായ KK ബാബു, VG അശോകൻ, KB ജയറാം തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷ പ്രിയയുടെ മോചനത്തിന് കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ ധർണ കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സുലേഖ ജമാൽ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KV രാജേഷ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി AK ഹുസൈൻ, അഹമ്മദ് മുല്ല, MP കബീർ, ബിജു കുര്യക്കോട്ട്, RA അബ്ദുൾ ഹക്കീം, VP നവീൻ, KV ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. വളരെയധികം മാനുഷിക പരിഗണന കിട്ടേണ്ടതായിട്ടുള്ള ഒരു വിഷയം പോലും കേന്ദ്ര സർക്കാരിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ, അതിൻ്റെ റൂട്ടിലൂടെ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു സത്യം നമ്മൾക്ക് തുറന്നു പറയേണ്ടി വരുന്നു എന്നുള്ള അത്യന്തം ഖേദകരമാണ്. ഇന്നിപ്പോൾ ഇവിടെ ഈ ഒരു സമ്മേളനം എല്ലാവരും സമ്മേളിക്കുമ്പോൾ നമ്മളുടെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ
ഞാനിപ്പോൾ കുറച്ചും കൂടി സ്ത്രീകൾ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചത് ഇതൊരു സ്ത്രീ വിഷയം എന്നുള്ള രീതിയിൽ കൂടിയും കാണാൻ വേണ്ടിയിട്ടാണ്. കാരണം വാടനപ്പള്ളിയിൽ മോഷണം തുടർക്കഥയാകുന്നു. വാടനപ്പള്ളി ഗണേശമംഗലം പണ്ടാരൻ മഠപതി രുദ്രമഹാകാളി ക്ഷേത്രത്തിലാണ് തിങ്കളാഴ്ച പുലർച്ചെ 5 മണിക്കും 6-നും ഇടയിൽ മോഷണം നടന്നത്. 2 പവൻ ആഭരണം നഷ്ടപ്പെടുകയും ചെയ്തു. ക്ഷേത്രം ശാന്തി പ്രാഥമിക കാര്യങ്ങൾക്കായി ബാത്റൂമിൽ കയറിയ സമയത്താണ് മോഷണം നടന്നത്. ശാന്തി മഠത്തിൽ നിന്നും താക്കോലെടുത്ത മോഷ്ടാവ് ക്ഷേത്രം ശ്രീകോവിൽ തുറന്ന് വിഗ്രഹത്തിൽ അണിഞ്ഞിരുന്ന സ്വർണ്ണമാല മോഷ്ടിച്ച് കടന്നുകളയുകയായിരുന്നു. ശാന്തി നട തുറക്കാൻ പോകുന്ന സമയത്താണ് ഈ വിവരം അറിഞ്ഞത്. വാടനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുതിർന്ന നേതാവും മുൻ ജില്ലാ സെക്രട്ടറിയും കൃഷിവകുപ്പ് മന്ത്രിയുമായിരുന്ന കൃഷ്ണൻ കണിയാമ്പറമ്പിലിന്റെ സ്മൃതി മണ്ഡപത്തിൽ CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ പുഷ്പാർച്ചന നടത്തി. രാവിലെ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവന്റെ വസതിയിലെത്തി അദ്ദേഹത്തിനോട് സൗഹൃദം പങ്കുവച്ചതിനു ശേഷം CN ജയദേവനൊപ്പം കൃഷ്ണൻ കണിയാമ്പറമ്പിലിന്റെ മണലൂരിലുള്ള വസതിയിലെത്തിയാണ് പുഷ്പാർച്ചന നടത്തിയത്. സംസ്ഥാന കൗൺസിൽ അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, മണ്ഡലം സെക്രട്ടറി VR മനോജ്, ജില്ലാ കൗൺസിൽ അംഗം PS ജയൻ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ MR മോഹനൻ, അഷറഫ് വലിയകത്ത്, ഷാജി കാക്കശ്ശേരി, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ NK പ്രീതി, CB സുനിൽകുമാർ, KK മുകുന്ദൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. SSF തൃപ്പയാർ ഡിവിഷൻ സാഹിത്യോത്സവത്തിന് തുടക്കമായി. വിദ്യാർത്ഥികളിലെ കലാസാഹിത്യപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് SSF എല്ലാ വർഷവും നടത്തിവരുന്ന കലാപരിപാടിയാണ് സാഹിത്യോത്സവ്. അതിന്റെ 32ാമത് തൃപ്പയാർ ഡിവിഷൻ തല സാഹിത്യോത്സവമാണ് ചിറക്കൽ സിറാത്തുൽ മുസ്തഖീം മദ്രസയിൽ തുടക്കം കുറിച്ചത്. 2 ദിനങ്ങളിലായി 300-ലധികം വരുന്ന മത്സരാർത്ഥികളാണ് 180-ൽ പരം മത്സരങ്ങളിലായി പങ്കെടുക്കുന്നത്. ഇതിനായി 9 വേദികളാണ് ചിറക്കൽ സജ്ജമാക്കിയിട്ടുള്ളത്. പ്രോഗ്രാം ചെയർമാൻ മഖ്ദൂം സാദി അധ്യക്ഷത വഹിച്ച വേദിയിൽ എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് ഉദ്ഘാടനം നിർവഹിച്ചു. ലൈലർ മാഷ്, ഉമർ പഴുവിൽ, മുഹസിൻ തളിക്കുളം, ഡിവിഷൻ സെക്രട്ടറിമാരായ മുഹമ്മദ് അലി വലപ്പാട്, ജുമ അദീബ് എന്നിവർ സംസാരിച്ചു. എടമട്ടം പായച്ചോട് പടിഞ്ഞാറ് കാട്ടുപന്നിയെ കണ്ടു. ഞായറാഴ്ച പുലർച്ചെ പായച്ചോട് പടിഞ്ഞാറ് സോഡ കമ്പനി പ്രദേശത്ത് വെച്ച് അതുവഴി വന്ന സമീപവാസി രജിൻ രവിയാണ് റോഡിൽ വാഹനത്തിന് മുന്നിലൂടെ ഓടുന്ന കാട്ടുപന്നിയെ കണ്ടത്. കൃഷികൾക്കും യാത്രക്കാർക്കും അപകടമുണ്ടാക്കുന്ന കാട്ടുപന്നിയെ നാട്ടിൽ കണ്ടത് പ്രദേശത്ത് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ആളുകൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾക്കായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുള്ളതായും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡ് മെമ്പർ അജ്മൽ ഷെരീഫ് അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്പയാർ ക്ഷേത്രത്തിൽ നാലമ്പല തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വാടനപ്പള്ളിയിൽ മോഷണം തുടർക്കഥയാകുന്നു. ഗണേശമംഗലം പണ്ടാരൻ മഠപതി രുദ്രമഹാകാളി ക്ഷേത്രത്തിൽ നിന്ന് 2 പവൻ ആഭരണം നഷ്ടപ്പെട്ടു. സഞ്ചാരയോഗ്യമല്ലാതായ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കല്ലുംകടവ് യൂണിറ്റി ഓഫ് സ്റ്റോൺ ഫെറി കീഴ്പള്ളിക്കര പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പ്രതിഷേധ സംഗമം നടത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.